ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടേക്ക് പോകാം. അപ്പോൾ ഇളനീർ പുഡിങ് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ആവശ്യം ഇളനീരാണ്. അപ്പോൾ ഞാൻ 4 ഇളനീരിൻ്റെ പാട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് മിക്സി ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മിക്സി ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് ഇളനീരിൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ 400 ഗ്രാം മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഇനി അടുത്തതായി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മധുരമെല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. എനിക്ക് നല്ല മധുരം വേണം പുഡിങ്ങിനെല്ലാം, അതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് പഞ്ചസാരയൊക്കെ ചേർക്കേണ്ടത്. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അങ്ങനെ നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ഇളനീർ ജ്യൂസ്. പിന്നെ ഞാൻ നേരത്തെ 1 ലിറ്റർ പാല് നല്ലവണ്ണം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ ഇളനീർ ജ്യൂസിൽ കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ജ്യൂസ് മൊത്തത്തിൽ ഈ പാലിൽ ചേർത്ത് അടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കുറച്ചേ അടിച്ചെടുക്കാൻ കഴിയും, കാരണം ഇത് വലിയ ക്വാണ്ടിറ്റി അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് അടിച്ചെടുത്തിട്ട് ഈ ബൗളിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ പാലിൽ നമ്മൾ ഇളനീർ ജ്യൂസ് നല്ലവണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ 50 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം. അങ്ങനെ ഞാൻ ചൈന ഗ്രാസ് നല്ലവണ്ണം ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പുഡിംഗ് ട്രേയിലോട്ടേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ 2 പുഡിംഗ് ട്രേ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചായിട്ട് ട്രേയിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഞാൻ നേരത്തെ കുറച്ച് ഇളനീരിൻ്റെ പാട ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എല്ലാ ഭാഗത്തും. എന്നിട്ട് നമുക്കിതൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. അങ്ങനെ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇളനീർ പുഡിങ് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇളനീർ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനും കാണാനും. പക്ഷേ എൻ്റെ കയ്യിൽ ഇളനീരില്ല, ഇളനീർ തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അതിന് പകരം ഞാൻ ഷുഗർ ബോൾസും ബദാമെല്ലാം ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഫാമിലീസുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ ഷെയർ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.